കോഴിക്കോട് ബീച്ചിൽ ഇന്നലെ വൈകിട്ടാണ് കടൽ ഉൾവലിഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ചെളി കൂടിക്കിടക്കുന്ന ഭാഗത്താണ് നേരത്തെ കടലുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ടോടെ കടൽ ഉൾവലിയുകയും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചെളി ഈ തീരത്ത് അടിഞ്ഞു കിടക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലാണുള്ളത്. ഇന്നലെ വൈകിട്ട് ആദ്യഘട്ടത്തിൽ ഈ ബീച്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സംഭവം ഉണ്ടായി. എന്നാൽ പിന്നീട് ചില ഭാഗങ്ങളിൽ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സൗത്ത് ബീച്ചിൻ്റെ ഈ ഭാഗത്താണ് ഇപ്പോഴും കടൽ ഉൾവലിഞ്ഞ സ്ഥിതിയിൽ തന്നെ ഉള്ളത്. എന്തായാലും ഇന്നലെ വൈകിട്ട് രാത്രിയോടെ തന്നെ നാട്ടുകാർ നിരവധിയായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളുകൾക്കൊരു കൗതുകം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കോഴിക്കോട് ബീച്ചിൽ സാധാരണ ഉണ്ടാകാറില്ലാത്തതാണ്. അങ്ങനെ ഇന്നലെ വൈകിട്ടും അതോടൊപ്പം തന്നെ രാത്രിയിലുമാണ് ഈ രീതിയിൽ ബീച്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടൽ ഉൾവലിഞ്ഞതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകളോ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. നിലവിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ സംബന്ധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നാൽ അത് ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് ഈ കാഴ്ച കാണുന്നതിനും അതുപോലെ ഈ കൗതുകം വീക്ഷിക്കുന്നതിനും വേണ്ടി. നമുക്ക് ആളുകളോട് ചോദിക്കാം, ഇതെങ്ങനെയാണ് സംഭവം ഉണ്ടായത്? ഇത് ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ സാധാരണ കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് ഈ ഏരിയയിൽ തിര കുറവായിരുന്നു. പക്ഷെ ആ ഏരിയയിൽ തിരയുണ്ട് താനും. ഇപ്പോൾ ആ തിരയില്ലാത്ത ഏരിയയിലേക്കാണ് ഈ ചെളിയും ഈ മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ തിരയില്ല, കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് കടൽ. അതാണ് മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ ഈ തവണ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ കണ്ടപ്പോഴൊന്നും ഇത്രയും ചെളി ഭാഗത്ത് അങ്ങനെ കാണാറില്ല. ഇതിനു മുമ്പ് ഞാൻ ഈ ചെറായി ഭാഗത്ത് ഒരിക്കൽ ഇതുപോലെ ഉണ്ടായപ്പോഴും ഇത്രയും ചെളി ഉണ്ടായിരുന്നില്ല. നല്ല ഒരു ചെറിയ സ്മെല്ലോട് കൂടിയ ചെളിയാണ്. അല്ലല്ല, ഞാൻ ഇവിടെ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും ആളുകൾ ഈ കൗതുകം വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകൾ മാറിയിട്ടുണ്ട്. അതുപോലെ ചില ഭാഗങ്ങളിൽ കടൽ ഉൾവലിഞ്ഞത് പൂർവ്വസ്ഥിതിയിലായിട്ടുമുണ്ട്. ചേട്ടൻ ഇത് കാണാൻ വന്നാണോ? I'm from Coimbatore. I came today morning, and everything was fine. And suddenly, it turns out black. I saw it, and I called my colleagues, and I just came to see it. Have you ever seen this phenomena like this? Not before, but a few years ago I have seen. But in news they said something has been mixed in the ocean, and so because of that this happens like that. In this area? In this area, no. In Kanyakumari. Yes. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ളവരല്ല, മറ്റു പ്രദേശങ്ങളിലുള്ളവരും. അദ്ദേഹം തമിഴ്നാട്ടിലുള്ള ആളാണ്. അങ്ങനെ വിവിധ പ്രദേശത്തു നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഈ കൗതുകം വീക്ഷിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകളോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന കാര്യത്തിലൊരു വിശദീകരണമോ നൽകിയിട്ടില്ല. എന്നാൽ പോലും ഈ കോഴിക്കോട് ബീച്ചിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കടൽ ഉൾവലിഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ അത് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിരവധി ആളുകളാണ് ഈ കൗതുകം വീക്ഷിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ബീച്ചിൽ എത്തുന്നത്. ക്യാമറാമാൻ ഷബീർ കലയിലൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.